പ്രദീപല്ലേ? ഞാൻ പ്രിയ. ഞാൻ പ്രദീപ. ഏത് നിമിഷവും തന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എങ്ങനെയുണ്ട് മാൻഡ്രേക്കിന്റെ ലീലാവിലാസങ്ങളൊക്കെ? അപ്പോ എല്ലാം അറിഞ്ഞോണ്ടായിരുന്നു അല്ലേ? സംശയം എന്താ? നിന്റെ തന്ത അലിയാസ് പാരപ്പിള്ള എന്ന എന്റെ ഭാവി അമ്മായിയപ്പൻ മൂക്കുകൊണ്ട് ഇക്ഷ ഇന്ത ഇന്ന ഇറ എന്ന് വരച്ച് ഒരു ദരിദ്രവാസിയായി മാറണം. എന്നാലേ അങ്ങനെ ശരിയാവൂ. അതിനുവേണ്ടിയാണ് എന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തിയത്. എന്നാലും ഇത്രയും വേണ്ടിയിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും അച്ഛനൊരു പാവം കോൺട്രാക്ടർ അല്ലേ? അങ്ങനെ സർക്കാരിനെ പറ്റിച്ചുണ്ടാക്കിയ മുതലല്ലേ? കുറച്ചൊക്കെ ഇങ്ങനെ പോട്ടെ. നിനക്ക് മാന്യമായി ജീവിക്കാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ സംശയം ഉണ്ടെന്നാ തോന്നണേ. നമുക്കിട്ട് പാറ വെക്കുമെന്ന എന്റെ പേടി. അതൊന്നും പേടിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ആ റിസീവർ ഒന്ന് മാറ്റി പിടിക്കാമോ? മാനം മര്യാദയായിട്ട് ആണുങ്ങളെ പ്രേമിക്കാൻ സമ്മതിക്കില്ലേ? ഫോൺ താഴെ വെക്കട കഴിവറി. അത് ചേട്ടാ, ഒരു പ്രാക്ടീസിന് വേണ്ടി ഞാനെല്ലാം കേട്ട് പഠിക്കായിരുന്നു. ഞാൻ ഫോൺ വെക്കാണേ. എന്നെ കൊണ്ടൊന്ന് നീ അച്ഛാ, ദേ ഫോൺ. ഹലോ ഹലോ ഹലോ, സന്ദീപ് പോയോ? പോയല്ലോ. എനിക്കിപ്പോ കാണുന്ന ഭയങ്കര മോഹമുണ്ട്. എന്നെയോ? എന്തിനാ കുട്ട ശബ്ദം മാറ്റി എന്നെ പറ്റിക്കണേ? 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറന്നു വന്നേനെ. എന്നിട്ട് ആരാച്ചാ? അതെ, എന്റെ ഒരു ഫ്രണ്ട്. എന്താ? ഞാൻ ഭാഗത്ത് ഇത് വെള്ളം എടുക്കാൻ ചെന്നപ്പോ ആ പൊട്ടത്തിലയിൽ പ്രേതനെ കൊല്ലാൻ വന്നു. വെള്ളം കൊണ്ടിട്ട് ജഗ്ഗാണല്ലോ. പല സ്വപ്നം കൊണ്ട് മനുഷ്യ നിലയിൽ വെള്ളം കോരി ഒഴിച്ച് അവിടെ നിന്ന് കിടക്കണം. ഒടുക്കത്തൊരു മുട്ട തലേ. നീയായിരുന്നോ? രാവിലെ തന്നെ എന്താ ഒരു ആലോചന? ഞാൻ ആ പിള്ളേച്ചനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്താണാവോ? നമ്മൾ ചെയ്തത് കുറച്ച് കടുങ്കയായി പോയില്ലേ? ഓഹോ, അതാണോ? അത്രയ്ക്ക് വിഷമാണെങ്കിലേ ഞാൻ പോയി തിരികെ വാങ്ങിക്കൊണ്ടുവരാ. അയ്യോ, നിനക്കെന്റെ കട്ടപ്പോ കണ്ടാലേ തൃപ്തി ആത്തോളല്ലേ? ആ തിരുമുഖം മനസ്സിലേക്ക് വരുമ്പോ മനസ്സിനകത്ത് പമ്പമേടവാ. ഭഗവാനെ ഭക്തവത്സല, ആ സുന്ദര രൂപം തിരിച്ചു വരല്ലേ? പാവം പിള്ള. എന്റെ പൊന്നു കൂടോത്രമേ, നീ എന്നെ വിട്ടൊന്ന് പോകുമ്പോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തേക്കാം. ഇനി സിമന്റ് കൊണ്ടൊരു തുലാഭാരം വേണമെങ്കിൽ അതും ചെയ്തേക്കാം.
ഭഗവാനെ, എന്റെ ഇത് കെട്ടിയേപ്പിച്ച് ആ നമ്പ്യാരുടെ തലയിൽ ഇടുത്തി വീഴണേ. അയ്യോ, ഗുഡ് മോർണിംഗ് മിസ്സസ് പിള്ള. അല്ല, ഇതാര് പ്രസിഡന്റോ? വരണം വരണം. ഓ നാശം പിടിച്ചത്. അയ്യോ, ഇരിക്കൂ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോന്നു. സ്റ്റേറ്റ് ലെവലിൽ ഒരു മ്യൂസിക്കൽ കോൺടെസ്റ്റ് നടത്തുന്നതിനെ പറ്റി കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞത് മിസ്സസ് പിള്ളയ്ക്ക് ഓർമ്മ കാണുന്നില്ലോ. ഓയസ്, ഞങ്ങൾ അതിന്റെ ഡൊണേഷന് വേണ്ടി ഇറങ്ങിയതാ. വളരെ സെലക്ടഡ് ആയിട്ടുള്ള വീടുകളിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. പിള്ളയെ പോലുള്ള കോൺട്രാക്ടർമാരിൽ നിന്നും ഞങ്ങൾ നല്ലൊരു തുക പ്രതീക്ഷിക്കുന്നു. അതിനെന്താ, സമാജത്തിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴെങ്കിലും പിശുക്ക് കാണിച്ചിട്ടുണ്ടോ? മിസ്സസ് ദാമോദരൻ തമ്പിയുടെ വീട്ടിൽ നിന്നും 1000 രൂപ തന്നു. അത്രേ ഉള്ളോ? ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇതെന്ത് പറ്റി? ഇടുത്തി വീണതാ. മഹിളാ സമാജത്തിന് ഡൊണേഷൻ വന്നിട്ടുണ്ട്. ഓ, പിന്നെയും ഇടുത്തി. ഒരു 5000 രൂപയുടെ ചെക്ക് എഴുതി കൊടുത്തേക്ക്. ഇവിടെ മുടിഞ്ഞ് നിൽക്കുമ്പോഴാ അവളുടെ ഒരു ലഹളാ സമാജം. ഒന്ന് പോകുന്നുണ്ടോ? അതൊരു നഷ്ടമായി കണക്കാക്കണ്ട. ഇവിടെ വന്നേ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. വിശാലമല്ല, എന്നോട് വിശാലമായിട്ട് തന്നെ പറഞ്ഞു. 5000 രൂപയുണ്ട്. സംഗീത മത്സരം ഗംഭീരമായി തന്നെ നടന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ സാർ? പറയാം. വിശാലം, അതിങ്ങ് എടുത്തോണ്ട് വരൂ. ഓ, കൊള്ളാമല്ലോ. ഇത് ആരുടെ പ്രതിമയാ? അയ്യോ, ഇത് വിശാലത്തിന്റെ അച്ഛന്റെ പ്രതിമയാ. ഇദ്ദേഹം വലിയ സംഗീതജ്ഞനായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കടമക്കുടി കൃഷ്ണൻകുട്ടി ഭാഗവതര് കച്ചേരി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പവർ കട്ട് വന്നതിന്റെ ആഘാതത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാ. നിങ്ങളുടെ കലോത്സവത്തിലെ ഏറ്റവും നല്ല കലാകാരന് ഇവരുടെ അച്ഛന്റെ പേരിൽ ഇതും കൂടി കൊടുക്കണം. ഓ, അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? എങ്കിൽ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ഇതങ്ങ് സ്വീകരിച്ചാട്ടെ. വളരെ നന്ദി. അതിനേക്കാൾ കൂടുതൽ നന്ദി ഞങ്ങൾക്കുമുണ്ട്. ഇതിലെന്താ മാൻഡ്രേക്ക് എന്ന് എഴുതിയിരിക്കുന്നത്? മിസ്സസ് പിള്ളയുടെ അച്ഛന്റെ പേരേതോ കാടി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അയ്യോ, കാടിയല്ല, കടമക്കുടി. സംഗീത ലോകത്തെ മാന്ത്രികനായതുകൊണ്ട് ആരാധകരിട്ട പേരാ മാൻഡ്രേക്ക് അല്ലേ? ആ, ഓ, അങ്ങനെയാണോ? എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, വരട്ടെ മിസ്സസ് പിള്ള. ഉം, ഉം, ഉം. എന്നാണ് എരണം കെട്ട രൂപം. എന്റെ അച്ഛന്റെ അത് പറയണ്ടായിരുന്നു. സ്വന്തം സമാജത്തിൽ തന്നെ പാര വെച്ചിട്ട് കരയരുത് വിശാലം. മേക്കപ്പ് ഇളകും. അയ്യോ, കണ്ടില്ലേ വിശാലം, ഇപ്പോഴേ മഹിളാ സമാജത്തിന്റെ വെടി തീർന്നു തുടങ്ങി. ഓ, മാൻഡ്രേക്കിന്റെ ഒരു ശക്തിയെ. ഹലോ ഹലോ, ചെക്കിംഗ്. ഞങ്ങളുടെ സംഗീത മത്സരത്തിൽ ഏറ്റവും നല്ല ഗായകനായി പ്രദീപ് നമ്പ്യാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കടമക്കുടി മെമ്മോറിയൽ മൊമെന്റോയും ക്യാഷ് അവാർഡും സ്വീകരിക്കുന്നതിനായി പ്രദീപ് നമ്പ്യാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എന്താണ് വീഴ്ച മത്സരോ? ഏറ്റവും മികച്ച ഗായകനുള്ള ക്യാഷ് പ്രൈസ്. ഇത് കടമക്കുടി മെമ്മോറിയൽ മൊമെന്റോ. രണ്ടും എനിക്കാ. ചേട്ടൻ സ്റ്റേജിൽ തകർത്തില്ല അച്ഛാ. എടി, ഇവനുണ്ടല്ലോ ഭാവിയിലെ യേശുദാസ. ഇപ്പോഴെങ്കിലും ഇവനെ അംഗീകരിക്കാൻ തോന്നിയല്ലോ. എന്റെ മുത്തച്ഛന്റെ മുഴുവൻ സംഗീതം ഇവനാ കിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛനും പാട്ട് പാടുമായിരുന്നു. മോനെ ഒന്ന് അഴിച്ചേ. എടി, ഏതായാലും മൊത്തത്തിൽ നമ്മുടെ സമയം ഒന്ന് മാറിയിട്ടുണ്ട്. കുടുംബം മുടിക്കും കഴിച്ചാലേ നീ ഇത് സന്തോഷത്തോടെയാണോ സ്വീകരിച്ചത്? ഒന്നാം സമ്മാനമായിട്ട് തരുമ്പോ പിന്നെ ഇത് കരഞ്ഞോണ്ട് വാങ്ങിക്കാൻ പറ്റും അമ്മേ? പാട്ടുപാടി സ്റ്റേജ് പൊളിച്ചുകൊണ്ടുവന്ന സമ്മാനം കണ്ടില്ലേ? അവന്റെ അമ്മായിപ്പന്റെ കടമക്കൂടി നീ ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ലടാ. അപ്പൊ വെറുതെ അല്ല വരുന്ന വഴിക്ക് ബൈക്ക് ചീത്തയായത്. എന്നാ പിടിച്ചേ. ഈ എണ്ണം കെട്ട സാധനം കൊണ്ട് നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം.
വരുന്നൊക്കെ ഒറ്റക്കിന് അനുഭവിച്ചാ മതി. ഈ പണ്ടാരമാണ് സമ്മാനമെന്ന് ഞാൻ അറിഞ്ഞോ? ഇത് ആ ചാപിള്ള നമുക്കിട്ട് മറുപാര പണിഞ്ഞതാ. ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ. നിനക്ക് ചെലവിനുള്ള കാശ് മാസാമാസം ഞാൻ പെരുവഴിയിലേക്ക് അയച്ചു തന്നേക്കാം. പോടാ. അമ്മേ, അനിയ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? പോ പോ. പോടാ അവിടുന്ന്. വാ. അയ്യോ, നിന്റെ അപ്പൂപ്പന്റെ ഒരു സംഗീത പാരമ്പര്യം. ഓടി ചെമ്പ് വിച്ചള പഴയ അലൂമിനിയം പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ഓടി ചെമ്പ് വിച്ചള പഴയ അലൂമിനിയം പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ആക്രി, ഇങ്ങ് വാ. ഈ സാധനത്തിന് വലിയ പഴക്കമൊന്നുമില്ല, പിന്നെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ. കണ്ടിട്ട് ഈ സാധനത്തിന് നല്ല വിലയൊന്നും തോന്നുന്നുണ്ടല്ലോ. താനിതിന് വിലയൊന്നും തരണ്ട, സന്തോഷത്തോടെ ഇതങ്ങ് വാങ്ങിച്ചാൽ മതി. ഇതുപോലുള്ള പ്രതിമകൾ അച്ഛന്റെ വലിയ വീക്ക്നെസ്സാ. എവിടെ കണ്ടാലും വാങ്ങിച്ചോണ്ട് വരും. ഇപ്പൊ പ്രതിമകൾ തട്ടിമുട്ടി അകത്ത് നടക്കാൻ സ്ഥലമില്ലാണ്ടായി, അതുകൊണ്ട് തരുന്നതാ. സാറിന് നല്ലതേ വരൂ. അല്ലെങ്കിലും എനിക്ക് ഇനി നല്ലതേ വരൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള നല്ല മനുഷ്യരെ കാണാൻ വലിയ ബുദ്ധിമുട്ടാ. ആ. നാട്ടിൽ സോഷ്യലിസം ഒക്കെ വന്ന് തുടങ്ങിയല്ലേ സാറേ? നാട്ടിലെ കാര്യം എനിക്കറിയില്ല, എന്റെ വീട്ടിൽ ഭയങ്കര സോഷ്യലിസാ. അതിരിക്കട്ടെ, സന്തോഷത്തോടെ തന്നെയല്ലേ ഇത് സ്വീകരിക്കുന്നത്. അതെന്താ സാർ അങ്ങനെ വെച്ചേ? സാറ് വിഷമിക്കണ്ട. ഓ, ഞാനിത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. സാറിനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കൂല. അയ്യോ, മറക്കണം. വെറുതെ എന്തിനാ എന്നെ ഓർത്തോണ്ടിരിക്കുന്നത്? എനിക്ക് ഈ കടപ്പാടൊന്നും ഇഷ്ടമല്ല. വേഗം പൊക്കോ, ഇല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും. എന്തുകൊടുങ്ങും? അയ്യോ, ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും ഓ, അറിയാം. ശരി ശരി. അയ്യോ, മോൻ എന്താ പുറത്ത് നിൽക്കുന്നേ? അകത്തോട്ട് വാ. വാ ചേട്ടാ, നമുക്ക് അകത്തേക്ക് പോവാം. ഇത്രയും സ്നേഹമുള്ള അച്ഛനെയും അനിയനെയും കിട്ടിയത് എന്റെ ഭാഗ്യമാണമ്മേ. എന്താണ് നോക്കിയിരിക്കുന്നേ? കൊച്ചുകളെ കഴിക്കാൻ കൊടുക്കടി. ഭാവിയിലെ യേശുദാസ് അല്ലേ? വാ, കേറാകത്തോട്. കേറ്. പാവം ആക്രി, അവനിന്ന് മാക്രി ആയത് തന്നെ. കിട്ടിപ്പോയി കിട്ടിപ്പോയി, നല്ലൊരു സാധനം കിട്ടിപ്പോയി. ജോലി ഉണ്ടാക്കിയോടോ? ആക്രി, ആക്രി. തനിക്ക് ചാവ ഇൻഷുറൻസ് ഉള്ള വണ്ടി ഒന്നും കിട്ടിയില്ലടോ. അത് ശരി, വണ്ടി ഒന്ന് കയറ്റിട്ട് ഇൻഷൂർ ചെയ്യാൻ നോക്കണം. താൻ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കണം? ഞാൻ റോഡ് നോക്കി തന്നെ വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ മുതലാളിമാരുടെ വണ്ടി കൊണ്ട് കയറ്റിയിട്ട് കാശ് പിടിക്കുന്ന പണി ചെലവന്മാർക്കുണ്ട്. കാലം നകത്തി അതിന്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓടിക്കവന്മാര്. ഞാനാടാ പുല്ലേ സൈക്കിൾ ജാക്സണോ? തെണ്ടിത്തരം കാണിച്ചിട്ട് തെരുവ് പറ്റിയ പോലെ കുറയ്ക്കുന്നതാ പട്ടി. കേട്ടോ, മുതലാളിയുടെ ഇഷ്ട ജന്തുവിന്റെ പേര് ഇയാൾ എന്നെ വിളിച്ചു. നമ്മളെക്കാൾ നന്ദിയും സ്നേഹമുള്ള ജീവികളാണ് അവറ്റകൾ. ഓവനകുട്ട, പട്ടിയിൽ നിന്ന് ഇയാൾ വിളിച്ചതിന് ഇയാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. നമ്മളൊക്കെ മനുഷ്യരല്ലേ, പട്ടിയുടെ ബുദ്ധിയെങ്കിലും കാണിക്കണ്ടേ? പ്ലീസ് കൊടുക്കൂ ഷേക്ക് ഹാൻഡ്. പണ്ടാരുടെ ന്യൂമാർക്ക് ഭ്രാന്തട്ടുണ്ട്. ഓവനകുട്ട, ഇത് നമ്മുടെ സുധർമ്മയുടെ വീട്ടിലിരുന്ന പ്രതിമയല്ലേ? ആണോ? അതെ, ആനന്റെ തന്നെ. അതല്ലെന്ന്, നേരാണോന്ന് ഒന്ന് കണ്ടോട്ടെ. ശരിയാ മുതലാളി, യാതൊരു സംശയം വേണ്ട. ഇതാ നമ്പ്യാർ സാറിന്റെ വീട്ടിലെ ഷോക്കേസിൽ ഇരുന്ന പ്രതിമയാ മൊട്ടത്തലേൻ. അപ്പോ ഇതും ഓട്ടിച്ചോണ്ട് വരുന്ന വഴി വെപ്രാളത്തിന് കാറിന്റെ മുമ്പിൽ അങ്ങ് വീണു അല്ലേ? തോന്നിയാസം പറയരുത്. ഒരു ചെറുപ്പക്കാരൻ ഫ്രീ ആയിട്ട് വളരെയധികം സന്തോഷത്തോടെ തന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം. ഒരു സംശയമില്ല, ഓട്ടിച്ച് തന്നെ. ഓമനക്കുട്ട, ഇടുക്കിട പ്രതിമ കൊടുക്കിടാരി. ഞാൻ തുറന്നു തരാമേ. തുറന്നോ? അത്രയും ജോലി കുറഞ്ഞു. ഓമനക്കുട്ട, ഓ അവ പറഞ്ഞതുപോലെ നീ ഇവിടെ തന്നെ നിൽക്ക്. അവൾക്കൊരു സസ്പെൻസ് ആയിക്കോട്ടെ, ഒരു ത്രില്ലറും കൂടെ ആയിക്കോട്ടെ. ശരി ശരി, ഞാനിവിടെ നിന്നോളാം. ശരി. ഇവിടെ ആരില്ലേ മോളെ? വന്നോ. അച്ഛനാ, ഇരിക്കു അച്ഛാ. ദേ മക്കളെ, അപ്പൂപ്പൻ വന്നിരിക്കുന്നു. എന്താ അച്ഛാ കഴിഞ്ഞ ആഴ്ച വരാത്തത്? എന്ത് പറയാനാ മോളെ, നമ്മുടെ ക്ലിയോപാട്ര പ്രസവിച്ചു. എന്താ അപ്പൂപ്പാ, പട്ടികളെല്ലാം സുഖമായിരിക്കുന്നോ? എല്ലാ പട്ടികളും നിങ്ങളെ പോലെ നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നു. എത്തി? ഞാൻ ഇപ്പൊ ഒന്നേ ഉള്ളൂ. അമ്മാവനായിട്ട് ജോലിച്ച കേമം തന്നെ സമ്മതിച്ചു. അത് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എന്റെ പട്ടികൾക്കൊരു പ്രശ്നം വരുന്നത് പോലാ. മുത്തശ്ശൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതിനം പട്ടിയായിരുന്നാവോ? എന്റെ മുഖം കണ്ടിട്ട് ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒരു ചായ ഉണ്ടെന്നാ ജനീവയിലെ ഡെങ്കിൾ സാഹിബ് പറഞ്ഞത്. പക്ഷെ പെരുമാറ്റമൊക്കെ കണ്ടാൽ ഒരു കൊച്ചു പാമറേനിയന്റെ പോലെ ഉണ്ട്. അത് correct. മതി മതി മതിയാക്ക്. അതിരിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി ഇന്ന് രാവിലെ പുറത്തെവിടെയെങ്കിലും പോയിരുന്നു? ഇവന്മാരോട്ടും പുറത്തു പോയിരുന്നു, പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ പുറകു വശത്തെ കഥ കിടക്കാതെ TV കണ്ടോണ്ടിരുന്നു അല്ലേ? അയ്യോ, ഇന്ന് TV ഓൺ ചെയ്തത് പോലും ഇല്ല അച്ഛാ.
നിങ്ങൾ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷണം പോയിട്ടുണ്ട്. എന്റെ ഈശ്വര, സേഫ് തുറന്ന് എന്റെ ആഭരണങ്ങളും കൊണ്ട് വല്ലവനും പോയോ? പേടിക്കണ്ട, ദൈവാധീനം കൊണ്ട് സംഗതി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പട്ടാപ്പകൽ മോഷണം നടക്കുമെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. ഓമനക്കുട്ടാ,